അയ്യടാ നല്ല വിളക്ക് ബാങ്കി കൊണ്ട് പണയം വെച്ചാലാ പൊടിയാണ്. അയ്യോ എന്താന്ന് വരണ ഉജാല പുകയായിട്ട് വരുന്നു. അയ്യോ ഉജാലയൊന്നും അല്ലടാ മോനൂസേ, ഞാനാണ് ജിനി, സുലൈമാൻ ജിനി. അയിന് എടാ ചെറുക്കാ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജിന്നാണെന്ന്. അയിന് ശരിയാവൂല. എടാ ചെറുക്കാ, ഞാനാണ് നീ വിളക്കൊരിച്ചപ്പോ വന്ന ജിന്നി. ഞാൻ ജിന്നി, എനിക്ക് ശക്തിയുണ്ട്. നിങ്ങളെന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലേ? കിട്ടി. നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച അവിടെ ആക്രി വറക്കാൻ വന്ന? ആക്രിയാ? ഇതുവരെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേടാ? ഇപ്പൊ കിട്ടി. നിങ്ങളല്ലേ എണ്ണ അവതാർ സിനിമയിൽ അഭിനയിച്ച അന്ന് ഇത്ര വണ്ണം ഇല്ലായിരുന്നല്ലേ? ശരി, നിന്റെ തലയിൽ ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ചെറുക്കൻ അവസാനമായിട്ട് പറയാൻ ഞാൻ നിന്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരിക. അപ്പൊ നീ ഇഷ്ടമുള്ള 3 ആഗ്രഹങ്ങൾ പറയാൻ ഞാൻ സാധിച്ചു തരാം. സുലൈമാനാണ്. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ആഗ്രഹം പറഞ്ഞോട്ടെ? പറഞ്ഞോ. അണ്ണ എനിക്ക് ഡോറ ബുജ്ജി കാണണം. സമയം ഇല്ലടാ, നിനക്ക് പോത്ത് വില വളർന്നിട്ട് ഡോറാ ബുജ്ജി കാണണം പോലും. ഇതുപോലത്തെ പീറ ആഗ്രഹങ്ങൾ ചോദിക്കാതെ ഹൈടെക് ചോദിക്ക്. ഞാൻ നിന്നെ വേണമെങ്കിൽ പ്രേതമാക്കാം, അല്ലെങ്കിൽ നിന്നെ രാജാക്കാം. അണ്ണ എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്. ആ പെണ്ണെന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ആക്ക്. പെണ്ണിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞാ ശരി. അണ്ണ അവള് കന്നിക്കുഴി കോട്ടയിലെ രാജകുമാരിയാ. എടാ, നിന്നെ കൂറ ലുക്കും കൊണ്ട് നീ രാജകുമാരിനെയൊക്കെ സ്നേഹിക്കാൻ തന്ന അവളെ ചെരിപ്പൂരി മണ്ടകളൊക്കെ അടിക്കില്ല. നിന്നെ നല്ല ലുക്കാക്കാം. അണ്ണ അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറക്ക്. സുലൈമാൻ അണ്ണ നന്ദിയുണ്ട് കേട്ടോ. അതിന് പറഞ്ഞ പോലെ എന്നെ നല്ല ലുക്കാക്കും. സെറ്റാക്കി തരാം. ഈ കൊരങ്ങനെ എന്തൊരു ലുക്കാക്കും. കിട്ടി. ഇവിടെ രാജകുമാരിക്ക് നിന്നെ ഇഷ്ടപ്പെടാനുള്ള ലുക്ക് കിട്ടി. ഐസ്ക്രീം എന്തോ ഇത് കുറെ കൂറ സാരിയാണ് നിങ്ങൾ എനിക്ക് തന്ന വേഷം. ഇപ്പൊ ശരിയാക്കി തരാണോ മോനുസേ? ഇത് നിനക്ക് ഇഷ്ടപ്പെടും. ഈ ഡ്രസ്സിൽ നിന്നെ ആ പെണ്ണിനെ ഇഷ്ടപ്പെടൂടാ. നേരത്തെ തന്നെ കാട്ടി വേദം ഇതാ. അണ്ണ പിന്നെ കമ്പെന്തിനാണ്? അത് നീ പല്ലു കുത്തെടുത്തോടാ മോനുസേ. ചെറുക്കാ നോക്കടാ, എങ്ങനെയുണ്ട് നീ? പൊറോട്ട അടിക്കാനുള്ള മാവില് വീണാലുണ്ട്. നമുക്ക് രാജകുമാരി എടുത്തു പോകും. അണ്ണ നിങ്ങളപ്പോ ബ്രോക്കർ അയക്കോ? എന്ത്? ഞാൻ ബ്രോക്കറോ? അതങ്ങനെ ശരിയാ. ഇപ്പൊ തൊട്ട് നിങ്ങൾ ബ്രോക്കർ സുലൈമാൻ അയക്കോ? ഞാൻ സുലൈമാൻ ബ്രോക്കറായി. ഇനി രാജകുമാരിയുടെ അടുത്ത് പോവാം. നിങ്ങളൊക്കെ ഏത് കൊട്ടാരത്തിൽ നിന്നാണ്? കട്ടപ്പന. ഇതൊക്കെ ഏത് സ്ഥലമാണ്? സത്യമാണെന്നെ വിശ്വസിക്കും. നിങ്ങൾ എന്തിനാ വന്നേ? കല്യാണാലോചനയായിട്ട് വന്നതാ. അതൊക്കെ പോട്ട്, നീ ഏതാടാ? ഞാൻ ബ്രോക്കർ സുലൈമാൻ. നമസ്കാരം. ദൂരെന്ന് വന്നതല്ലേ? 2 ദിവസം ഇവിടെ താമസിച്ചോ? നന്ദിയുണ്ട് അപ്പൂപ്പ, നന്ദി. നിങ്ങളുടെ കൊട്ടാരത്തിൽ എന്തുണ്ട് സ്പെഷ്യലായിട്ട്? പേടക്കണ ചാള. ചാളയാ? ചാള ബിരിയാണി. അതൊക്കെ പോട്ട്, ഇന്ന് രാത്രി പാർട്ടി ഉണ്ട്, വരണം കേട്ടാ. തീർച്ചയായും. സുലൈമാൻ കൊച്ചു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാ. അണ്ണ ഇന്ന് ഞാൻ പറഞ്ഞ ശരിയാവോ? അണ്ണ ആ പെണ്ണ് ചാളയില് മയങ്ങോ? എന്റെ അഭിപ്രായത്തിൽ ആ പെണ്ണിന് ചാള ബിരിയാണിയാണ് ഇഷ്ടം. അപ്പൊ നീ ചാള ബിരിയാണി കൊടുക്കും. അതിനിപ്പോ ചാള ബിരിയാണി എവിടെ നിന്നുണ്ടാക്കും? അതൊക്കെ നമുക്ക് നാളെ സെറ്റാക്കാം. തൽക്കാലം നീ പോവാ, പാർട്ടിക്ക് പോവാ നമുക്ക്. അണ്ണ ഇപ്പൊ പറയട്ടെ. ഇവിടെ ചെറുക്ക, നീ ധൈര്യമായിട്ട് പോയി പറ. ഞാൻ പഠിച്ചേക്ക് ഇവിടെ വല്ല സമൂസയാ വടയാ അല്ല ചിക്കനാ വല്ല ഉണ്ടാന്ന് നോക്കട്ടെ. വിഷമിട്ടാടാ. സുലൈമാൻ അണ്ണ നിങ്ങൾ തിന്നാനാണോ വന്നത്? ചെറുക്ക, നീ മര്യാദയ്ക്ക് പോയി പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ പണം മാറും. ചെറുക്ക പോയി പറയടാ, പെട്ടെന്ന് പോയി പറ. എടി ആ ചെറുക്കൻ പക്ക കോഴിയാണല്ലോ. കൂടെ കിടക്കണ മൊട്ടത്തലേനും മോശമല്ല. എടി യവന്മാരെ കണ്ടിട്ടൊരു വശവശ കണ്ടല്ലോ. എനിക്കും തോന്നി. പക്ഷെ മറ്റേ ചെറുക്കൻ ചാള ബിരിയാണി മേടിച്ചരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ അവന്മാരുടെ അടുത്ത് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഒരു പക്ഷേ പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തോ ഞാൻ പോവേണ് കേട്ടാ. ഡീല ചെറുക്കൻ വരുന്നു. ഹായ് എന്ന് മൈൻഡ് ചെയ്യൂ. എന്ത് വേണം? നിന്റെ അടുത്തല്ല കൊച്ചു, ഇവളുടെ അടുത്ത്. അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെ നീ കല്യാണം കഴിക്കുമോ പ്ലീസ്? ദിവസവും ഞാൻ ചാള ബിരിയാണി ഉണ്ടാക്കി തരാം, വരൂ. പോടാ കോഴി, നിനക്കൊന്നും വേറെ പണിയില്ല. പുത്തുമ്പി കളിക്കാനുള്ള സമയമായി വരുന്നു. പുത്തുമ്പി എങ്കിൽ പുത്തുമ്പി ഇറങ്ങി പോടൂ. അണ്ണ നിങ്ങളെ തോർത്ത് കൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഓടാം. എനിക്ക് സുലൈമാനാണ് എന്റെ അവസാന ആഗ്രഹം ചോദിച്ചോട്ടെ? അണ്ണ നിങ്ങൾ എല്ലാരെയും കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കോ? ശരി, എല്ലാരും എന്റെ ചാനൽ